മലയാള സിനിമയുടെ വിദേശ വിപണി എന്നത് ഒരു കാലത്ത് ഗൾഫ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ മികച്ച സ്ക്രീൻ കൗണ്ടോടുകൂടിയാണ് പല മലയാള സൂപ്പർതാര ചിത്രങ്ങളും ഇന്ന് റിലീസ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ. ഇപ്പോഴിതാ ഒരു മമ്മൂട്ടി ചിത്രവും ആഗോളതലത്തിൽ മികച്ച സ്ക്രീൻ കൗണ്ടോടുകൂടി റിലീസിന് തയ്യാറെടുക്കുകയാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം ഭ്രമയുഗം ആണ് അത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഭ്രമയുഗം GCCക്ക് പുറത്ത് UK, ഫ്രാൻസ്, ജോർജിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിലാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. UKയിലും യൂറോപ്പിലും ഒരു മമ്മൂട്ടി ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച റിലീസായിരിക്കുമെന്ന് ചിത്രത്തിന്റെ യൂറോപ്പ് ഡിസ്ട്രിബ്യൂട്ടർമാരായ 4 Seasons ക്രിയേഷൻസ് പറയുന്നുണ്ട്. ഇതിനിടയിൽ ചിത്രത്തിൻ്റെതായി പുറത്തുവരുന്ന അപ്ഡേറ്റുകൾക്കെല്ലാം വൻ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്. സെൻസറിംഗ് പൂർത്തിയാക്കിയ ചിത്രം UA സർട്ടിഫിക്കറ്റോടുകൂടിയാണ് റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈപ്പ് എന്നത് മമ്മൂട്ടി പ്രതിനായക കഥാപാത്രമായി എത്തുന്നു എന്നതാണ്. ഭൂതകാലത്തിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഭ്രമയുഗം. മമ്മൂട്ടിയുടെ കഥാപാത്രവും പ്രകടനവും സംഭാഷണവുമെല്ലാം ടീസറിന്റെ വരവോടെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കഥ പറയുന്ന ചിത്രം തികച്ചും വ്യത്യസ്തമായ ഒരു തിയേറ്റർ അനുഭവം സമ്മാനിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. മമ്മൂട്ടിയോടൊപ്പം അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമാൽദ ലിസ് എന്നിവർ സുപ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലാണ് റിലീസ് ചെയ്യുന്നത്. ഫെബ്രുവരി 15-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രനും S. ശശികാന്തും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വൈനോട്ട് സ്റ്റുഡിയോസും ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. ആൻഡോ ജോസഫിന്റെ ആൻമെഗാ മീഡിയ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ വിതരണത്തിനെത്തിക്കും. ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ്. 2023 ഓഗസ്റ്റ് 17-ന് ചിത്രീകരണം ആരംഭിച്ച ഭ്രമയുഗം കൊച്ചിയിലും ഒറ്റപ്പാലത്തും ആതിരപ്പള്ളിയിലുമായാണ് പൂർത്തീകരിച്ചത്. ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.